രണ്ടാം പതിപ്പ് ശ്രീ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. രണ്ടാം പതിപ്പിൻ്റെ ആദ്യത്തെ സെഷനാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ ചർച്ച നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചർച്ച നയിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ എം ലിജു അവർകളാണ്. കടത്തനാട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിന് വേണ്ടി ആദ്യമായി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ സെഷൻ മോഡറേറ്ററായി നിൽക്കുന്നത് പ്രസിദ്ധ സാഹിത്യകാരനും പ്രാസംഗികനുമൊക്കെയായ ശ്രീ രമേശ് കാവിൽ അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ശ്രീ അബ്ദുൾ മുത്തലീബ് അവർകളാണ്. ശ്രീ കെ പ്രദീപൻ അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സദസ്സിൽ നന്ദി രേഖപ്പെടുത്തുന്നത് അബ്ദുൾ മുത്തലീബ് അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ശ്രീ കെ പ്രദീപൻ അവർകളെ ക്ഷണിക്കുന്നു. നന്ദി ശ്രീ രമേശ് നൊച്ചാട്. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ രണ്ടാം പതിപ്പ് വേദിയിൽ നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരം എന്ന സെഷനാണ് ആരംഭിക്കുന്നത്. ഈ സെഷനിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ കെ പ്രദീപൻ അവറുകളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ആദ്യ സെഷനിലേക്ക് കടക്കുകയാണ്. നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരം എന്ന വിഷയത്തെക്കുറിച്ച് പ്രിയപ്പെട്ട പ്രഭാഷകനും നമ്മുടെ നെഹ്റുവിൻ ദർശനവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായി പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന ശ്രീ എം ലിജു ആണ് നമ്മോട് സംസാരിക്കുന്നത്. നെഹ്റുവിൻ്റെ ജനാധിപത്യ സങ്കല്പം അല്ലെങ്കിൽ ജനാധിപത്യ സംസ്കാരം എന്ന വിഷയം അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ ജനാധിപത്യ സങ്കല്പത്തെക്കുറിച്ച് നമ്മുടെ ചരിത്ര വഴികളിലൊക്കെ തന്നെ വളരെ അക്കാഡമിക്കായിട്ട് വളരെ ഗൗരവമായ ഒരുപാട് ചർച്ചകളും നിരീക്ഷണങ്ങളും പഠനങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെയും നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരം എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടേണ്ടതും പ്രസക്തവുമാണ് എന്ന് കരുതുന്നതുകൊണ്ടുമാണ് ഇത്തരമൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനകത്ത് വീണ്ടും നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെക്കുറിച്ച് ഗൗരവമായ ഒരു ചർച്ചയിലേക്ക് കടന്നു വരുന്നത്. ഒന്ന്, ജനാധിപത്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ എന്ന രീതിയിൽ അത് എല്ലാ കാലത്തും നവീകരിക്കപ്പെടേണ്ടതിൻ്റെ പുതുക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ആ ഒരർത്ഥത്തിൽ നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരം ഒരു ജനാധിപത്യത്തിൻ്റെ പുതുക്കൽ എന്നുള്ള രീതിയിൽ, അതിൻ്റെ പുനർവായന എന്നുള്ള രീതിയിൽ എല്ലാ കാലത്തും പ്രസക്തമാവുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണെന്ന് കരുതപ്പെടുന്നു. രണ്ടാമത്തത്, ഒരു പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ ഒരു മനുഷ്യജീവിതവും പുതിയ ഒരു രാജ്യവുമൊക്കെ സ്വപ്നം കണ്ട നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒട്ടേറെ ആശാസ്യമല്ലാത്ത പ്രവണതകളൊക്കെ നിലനിൽക്കുന്ന പുതിയൊരു കാലത്ത് എന്തുകൊണ്ട് നെഹ്റുവിൻ്റെ ജനാധിപത്യം കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അത്തരം ഒരു ആമുഖത്തിൻ്റെ പ്രസക്തി ഇവിടെയില്ല. നെഹ്റു തികഞ്ഞ ജനാധിപത്യവാദി തന്നെയാണ്. ഞാൻ ഒരു ആമുഖത്തിലൂടെ അധികം സമയം എടുക്കില്ല. തികഞ്ഞ ജനാധിപത്യവാദിയാണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. ഇന്ത്യ സ്വാശ്രയത്വത്തിലൂടെ ഇന്ത്യ സ്വതന്ത്രമാവുമ്പോൾ ജനാധിപത്യത്തിലൂടെ ജനങ്ങൾ സ്വതന്ത്രമാവുന്നു എന്ന നെഹ്റുവിൻ്റെ ഒരു ഉദ്ധരണിയുണ്ട്. ജനാധിപത്യത്തിലൂടെ സ്വതന്ത്രമാകുന്ന ജനങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ട ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ്റെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിലും അത് കഴിഞ്ഞ് 47 മുതൽ 64 വരെയുള്ള ദീർഘമായ ഭരണ നേതാവ് എന്നുള്ള രീതിയിൽ, ഭരണത്തലവൻ എന്ന രീതിയിലുള്ള പത്രങ്ങളുടെയൊക്കെ ഒരു കാലത്ത് അദ്ദേഹം അത്തരമുള്ളൊരു ജനാധിപത്യത്തെ, വിശാലമായ ജനാധിപത്യത്തെ, കൂടുതൽ ആഴത്തിലുള്ള ഒരു ജനാധിപത്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ സങ്കല്പങ്ങളിൽ അത് കൂടുതൽ ജനങ്ങളിലെ കൂടുതൽ പ്രാപ്തരാക്കുന്ന, ജനങ്ങളിലേക്ക് കൂടുതൽ അധികാരങ്ങൾ എത്തിക്കുന്ന,
ജനങ്ങളെ കൂടുതൽ ശാസ്ത്രീയരാക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ അത്തരം ഒരു ജനാധിപത്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ട നെഹ്റുവിൻ്റെ ദർശനങ്ങളൊക്കെ തന്നെ അത്തരം ഒരു ജനാധിപത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയ സോഷ്യലിസത്തെ കൂട്ടുപിടിച്ച നെഹ്റു, അത്തരം അദ്ദേഹത്തിൻ്റെ വഴികൾ, ആ വഴികളിൽ നമ്മൾ എത്രമാത്രം അദ്ദേഹത്തെ പിന്തുടർന്നു എന്നതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയാണിത്. തീർച്ചയായും വളരെ പ്രൗഢമായ, വളരെ ആധികാരികമായ ലിജുവിൻ്റെ വാക്കുകൾക്ക് വേണ്ടിയാണ് ഞാനും നിങ്ങളുമൊക്കെ കാത്തിരിക്കുന്നത്. ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഒരു ആധികാരികമായ തുടക്കം എന്ന രീതിയിൽ തന്നെ വളരെ കൃത്യമായി നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തെ പ്രിയപ്പെട്ട എം ലിജു പറഞ്ഞു വെക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ, സന്തോഷത്തോടുകൂടി ഈ ഫെസ്റ്റിവൽ കമ്മിറ്റിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. നന്ദി ശ്രീ കെ പ്രദീപൻ. ഈ സെഷനിൽ മോഡറേറ്റർ ആവുന്നത് ശ്രീ രമേശ് കാവലാണ്. രമേശ് കാവലിനെ സ്വാഗതം ചെയ്യുന്നു. മോഡറേറ്റർ സംസാരിച്ചിട്ട് ഞാൻ സംസാരിക്കാം, അതാ എൻ്റെ ഒരു രീതി. ബഹുമാന്യരായ ശ്രീ കെ പ്രദീപൻ, രമേശ് മാഷ്, ശ്രീ മുത്തലിബ്, ബഹുമാന്യരായ ശ്രീ ഐമൂസ, പ്രിയപ്പെട്ടവരെ, വളരെ നന്നായി കടത്തനാട് ഫെസ്റ്റ് വളരെ മനോഹരമായി സംഘടിപ്പിക്കുന്നതിനുള്ള അഭിനന്ദനങ്ങൾ ഞാൻ ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. എൻ്റെ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇന്നെന്നോട് സംസാരിക്കാൻ പറഞ്ഞ വിഷയം നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെക്കുറിച്ചാണ്. ഇന്നിപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ 2 ദിവസം ഇന്ത്യൻ പാർലമെൻറ്റ്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യൻ പാർലമെൻറ്റിൽ അസാധാരണമായ സംഭവവികാസങ്ങൾ നടന്നു വരികയാണ്. രാജ്യസഭയുടെ അധ്യക്ഷനും ഇന്ത്യയുടെ ഉപാധ്യക്ഷനുമായ ജഗ്ദീപ് ധൻഖർക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അവിശ്വാസത്തിന് അതിൻ്റെ കാരണങ്ങളായി സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിനുള്ളിൽ, പ്രത്യേകിച്ച് അതിൻ്റെ അപ്പർ ഹൗസിൽ, രാജ്യസഭയിൽ അദ്ദേഹം ചർച്ചകൾ അനുവദിക്കുന്നില്ല. നിഷ്പക്ഷനായിരിക്കേണ്ട രാജ്യസഭയുടെ അധ്യക്ഷൻ പ്രതിപക്ഷത്തെ നേതാക്കന്മാരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാതൃപ്രസ്ഥാനമായ RSSനെ രാജ്യസഭയ്ക്കുള്ളിൽ സ്തുതിക്കുന്നു. നരേന്ദ്രമോദിക്കെതിരെ, പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഒരു വിശ്വസ്ത സേവകനെ പോലെ പെരുമാറിക്കൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്ന, അദാനി വിമർശിക്കുന്ന ആളുകളെ ഏകപക്ഷീയമായി ആക്രമിക്കുന്നു. അപ്പോൾ ഒരർത്ഥത്തിൽ സ്പീക്കറുടെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട രാജ്യസഭാ അധ്യക്ഷൻ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പ്രതിപക്ഷം അദ്ദേഹത്തിന് നേരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് ലഭിച്ചതിന് ശേഷം തൻ്റെ ഡയസിലേക്ക് വരുന്ന രാജ്യസഭാ ഉപാധ്യക്ഷൻ അവിടെയും അംഗങ്ങളെ വെല്ലുവിളിക്കുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇപ്പോൾ നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വർത്തമാനകാല ഇന്ത്യയുടെ ജനാധിപത്യ കേന്ദ്രങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് നെഹ്റു പ്രതിദാനം ചെയ്ത ജനാധിപത്യ സംസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുമാകുള്ളൂ. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കുന്ന, ഇപ്പം ലോക ജനാധിപത്യ സൂചികയിൽ ലോകത്തിലെ മികച്ച ജനാധിപത്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സംഘടനകൾ, അപ്പം അതിൽ തന്നെ ഈ സ്വീഡൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വെറൈറ്റി ഓഫ് ഡെമോക്രസി, VDEM എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അപ്പോൾ VDEM ഇന്ത്യയുടെ ജനാധിപത്യത്തെ
ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയത് ഫ്ലോഡ് ഡെമോക്രസി എന്നാണ്, വികലമായ ജനാധിപത്യം എന്നാണ് അവർ വിലയിരുത്തിയത്. ഇപ്പോൾ അതിലും താഴെയായി. ഫ്ലോഡ് ഡെമോക്രസിയിൽ നിന്നും ഇപ്പോൾ അത്തരം ജനാധിപത്യ പഠന കേന്ദ്രങ്ങൾ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രൽ ഓട്ടോക്രസി എന്നാണ്. എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, പക്ഷേ സ്വേച്ഛാധിപത്യമാണ്. മറ്റ് പല പഠന കേന്ദ്രങ്ങളും നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത് ഒരു ഫുൾ ഡെമോക്രസിയിൽ നിന്നും, പൂർണ്ണ സ്വതന്ത്ര ജനാധിപത്യത്തിൽ നിന്നും അർദ്ധ സ്വതന്ത്ര ജനാധിപത്യത്തിലേക്ക് നമ്മുടെ രാജ്യം കൂപ്പുകുത്തിയിരിക്കുന്നു എന്നവർ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ ഒരു ഫ്ലോഡ് ഡെമോക്രസി, വികലമായ ജനാധിപത്യം എന്ന് വിശേഷിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഭരണത്തെ ഒരു ഇലക്ട്രൽ ഓട്ടോക്രസി എന്ന് വിശേഷിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അർദ്ധജനാധിപത്യമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? അപ്പോൾ അതിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലുള്ള സുതാര്യതയില്ലായ്മ, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാണ സഭകളിൽ ലെജിസ്ലേറ്റീവ് പ്രോസസ്സ്, ഇപ്പോൾ ലെജിസ്ലേഷൻ എന്നത് നമ്മുടെ സാധാരണഗതിയിൽ പാർലമെൻറ്റാണ് ലെജിസ്ലേഷൻ നടത്തേണ്ട അധികാര കേന്ദ്രം ജനാധിപത്യത്തിലെ. ഇപ്പോൾ ലെജിസ്ലേഷൻ എങ്ങനെ നടക്കണം? പാർലമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ പറയും അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനം. ഇപ്പോൾ പ്രണബ് മുഖർജി അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചത്: ഡിബേറ്റ്, ഡിസെൻറ്റ് ആൻഡ് ഡിസിഷൻ. സംവാദങ്ങൾ വേണം, ഡിബേറ്റ് നടക്കണം, അവിടെ വിയോജിപ്പുണ്ടാകണം, ഡിസെൻ്റ് ഉണ്ടാകണം, എന്നിട്ടാണ് ഡിസിഷൻ ഉണ്ടാകേണ്ടത്. അപ്പോൾ സംവാദങ്ങളും വിയോജിപ്പും അത് കഴിഞ്ഞ് തീരുമാനങ്ങളിലേക്കും വരേണ്ട ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ന് ചർച്ചകളും സംവാദങ്ങളും ഇല്ല. ഏകപക്ഷീയമായ നിയമനിർമ്മാണങ്ങൾ. ഇപ്പം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ ശിക്ഷാനിയമം, ഇന്ത്യൻ പീനൽ കോഡ്, ഇതൊക്കെ തന്നെ ഭേദഗതികളുണ്ടായി പുതിയ നിയമനിർമ്മാണങ്ങൾ ഉണ്ടായത് പ്രതിപക്ഷമില്ലാത്ത ഒരു പാർലമെൻറ്റിലായിരുന്നു. പ്രതിപക്ഷത്തെ 141 അംഗങ്ങളെ ഒരുമിച്ച് സസ്പെൻഡ് ചെയ്ത് അവിടെയാണ് 100-ലധികം വർഷം പഴക്കമുള്ള നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നടപടിക്രമങ്ങളും ശിക്ഷാ നിയമങ്ങളും പുതുതായി സൃഷ്ടിക്കപ്പെട്ടത്. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ പാർലമെൻറ്റിൽ ഡിബേറ്റ് ഇല്ലാതായി. ഇപ്പം ഡിബേറ്റില്ല, ഡിസെൻറ്റിനെ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നവരുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതിപക്ഷം വേണ്ട. അപ്പോൾ പിന്നെ ഡിസെൻറ്റ്, രാജ്യത്തെ പ്രതിപക്ഷം വേണ്ട എന്ന് പറയുന്നവർക്ക് പിന്നെ പാർലമെൻറ്റിനകത്ത് ഡിസെൻറ്റ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഡിസിഷൻ മാത്രമാണ്, അവർ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു. നിയമനിർമ്മാണങ്ങളിൽ ചർച്ചയില്ല, നിയമനിർമ്മാണങ്ങളിൽ സംവാദമില്ല, സഭാ നടപടികൾ തന്നെ ഏകപക്ഷീയമാകുന്നു. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഈ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ജനാധിപത്യം ഒരു ഫ്ലോഡ് ഡെമോക്രസിയാണ്, അതല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഇലക്ട്രൽ ഓട്ടോക്രസിയാണ് എന്ന വിലയിരുത്തലുകൾ വരുന്നത്. നമുക്കത് വിഷമിച്ചിട്ട് കാര്യമില്ല, രാജ്യം അത്തരം ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്ക് ഈ ജനാധിപത്യത്തെ, നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സംസ്കാരമായ ആ ജനാധിപത്യ സംസ്കാരത്തെ തിരികെ പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ തിരികെ പിടിക്കണമെന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമ്മുടെ ഒരു ജനാധിപത്യ സംസ്കാരം, എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യം വേര് പിടിച്ചത് എന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കേണ്ടി വരും. ഇപ്പം നെഹ്റുവിനെ കുറിച്ചും നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെക്കുറിച്ചും പറയുമ്പോൾ നമുക്ക് ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഭരണഘടന സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊരു ചിന്ത സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ബ്രിട്ടീഷുകാരുടെ ഒരു ധാരണ എന്നത് നമ്മളിൽ രണ്ടാം കിട പൗരന്മാരും നമുക്ക് ബൗദ്ധികമായ ഔന്നത്യമില്ലാത്തവരുമാണ് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു കാഴ്ചപ്പാട്. അപ്പം അന്നത്തെ 1920-കളിൽ അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ബിർക്കൻഹെഡ് പ്രഭു, അപ്പം അദ്ദേഹത്തിൻ്റെ പേര് ഫ്രെഡറിക് എഡ്വേർഡ് സ്മിത്ത് എന്നാണ്, ചരിത്രത്തിൽ അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ബിർക്കൻഹെഡ് പ്രഭു ബ്രിട്ടീഷ് പ്രഭുസഭയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കാനുള്ളൊരു ശേഷിയില്ല. ഇപ്പോഴത്തെ നമ്മുടെ ഒരു മന്ത്രിയും പറയുന്നത് തന്നെയാണ്, സമീപകാലത്ത് സംസ്ഥാനത്ത് ഒരു മന്ത്രി പ്രസംഗിച്ചതും അത് തന്നെയാണ്, ഭരണഘടന എന്ന് പറയുന്നത് നമുക്കുണ്ടാക്കാൻ പറ്റിയ ഏർപ്പാടല്ല, അത് സായിപ്പ് ഉണ്ടാക്കിയൊരു സാധനം പകർത്തി എഴുതിയത് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിന് ആരോ പറഞ്ഞു കൊടുത്ത കാര്യമാണ്, അത് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബിർക്കൻഹെഡ് പ്രഭു ഇത് തന്നെയാണ് പറഞ്ഞത്. ബ്രിട്ടീഷ് പ്രഭുസഭയെ പറഞ്ഞു, ബ്രിട്ടീഷുകാർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം, അല്ല ഇന്ത്യക്കാർക്ക് ഭരണഘടന സമിതി ഉണ്ടാക്കാനോ ഭരണഘടന ഉണ്ടാക്കാനോ സാധ്യമല്ല എന്നാണ് പറഞ്ഞത്.
ഇപ്പോൾ സൈമൺ കമ്മീഷനെ അവരങ്ങനെയാണ് തീരുമാനിച്ചത്. ഇന്ത്യയിൽ 1928 ഈ ഭരണഘടന ഇന്ത്യയുടെ ഭരണപരിഷ്കാരത്തിന് വേണ്ടി സൈമൺ കമ്മീഷനെ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുമ്പോൾ അതിലൊറ്റ ഇന്ത്യൻ അംഗങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല, സമ്പൂർണ്ണമായ ബ്രിട്ടീഷ് അംഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നമ്മുടെ ദേശീയ പ്രസ്ഥാനം അതിനെതിരായിട്ടൊരു സമിതി പ്രഖ്യാപിച്ചു. ഇന്ത്യക്കാരുടെ ഭരണഘടന നമുക്ക് തന്നെ ഉണ്ടാക്കും. ഇന്ത്യയുടെ ഭരണ നിർമ്മാണം എന്നത് ജനാധിപത്യത്തിലും തുല്യതയിലും നീതിബോധത്തിലും അധിഷ്ഠിതമായിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന എങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കാൻ വേണ്ടി നമ്മളൊരു സമിതി ഉണ്ടാക്കി. അപ്പോൾ ആ സമിതിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവായ മോട്ടിലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആ കമ്മിറ്റിയിലെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ മോട്ടിലാൽ നെഹ്റു കമ്മിറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ആദ്യ രൂപമെന്ന് പറയാവുന്ന നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കി. ആ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ തുല്യതയാണ്. അതിൽ തന്നെ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പൂർണ്ണമായ ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനം, ജനാധിപത്യം, തുല്യത, സമത്വം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതിനെക്കുറിച്ചാണ് ആ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. ഇപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാരതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ സൂചനകൾ കൃത്യമായി നമുക്ക് ആ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. മോട്ടിലാൽ നെഹ്റുവാണ് അധ്യക്ഷനെങ്കിലും അതിനകത്ത് ഇന്ത്യയിലെ മറ്റ് പ്രമുഖരായ അംഗങ്ങളുണ്ടെങ്കിലും അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതിനെ ഡ്രാഫ്റ്റ് ചെയ്ത ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ആദ്യ സൂചനകൾ നമുക്കതിൽ കാണാൻ സാധിക്കും. 1931 കറാച്ചി കോൺഗ്രസ് നടന്നു. കറാച്ചി കോൺഗ്രസ് നടന്നപ്പോൾ ആ പ്രമേയം ഡ്രാഫ്റ്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. കറാച്ചി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രമേയം എഴുതി ഉണ്ടാക്കിയ ജവഹർലാൽ നെഹ്റുവാണ്. ആ പ്രമേയം അവതരിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് കറാച്ചി കോൺഗ്രസിൽ. അതിൻ്റെ ആമുഖം തന്നെ പറയുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ചാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്, മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അത് പറഞ്ഞു വെക്കുന്നത്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, മനുഷ്യൻ അത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം, പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, അതേക്കുറിച്ചാണ് കറാച്ചിയിലെ അന്തർദേശീയ പ്രസ്ഥാനത്തിൻ്റെ കറാച്ചി കോൺഗ്രസ് അതാണ് പറയുന്നത്. ആ പ്രമേയം അന്ന് ഡ്രാഫ്റ്റ് ചെയ്തത് നെഹ്റുവാണ്, ജവഹർലാൽ നെഹ്റുവാണ്. പിന്നീട് അദ്ദേഹം 36 എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സ്വതന്ത്ര സംഘടന ഉണ്ടാക്കി, സിവിൽ ലിബർട്ടീസ് അസോസിയേഷൻ. അന്നത്തെ ഈ പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ചും പൗരസമത്വത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ വേണ്ടി അന്നത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായൊരു സംഘടന ഉണ്ടാക്കിയിട്ട് പറയുന്നത് നമ്മുടെ രാജ്യം ഭാവിയിൽ ഉണ്ടാകുന്നൊരു രാജ്യം ജനാധിപത്യ രാജ്യമായിരിക്കണം, നമുക്ക് കൃത്യമായ പൗരസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം അത്തരമൊരു രാഷ്ട്രം ഉണ്ടാകേണ്ടത് എന്നാണ് നെഹ്റു പറയുന്നത്. സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അദ്ദേഹത്തിൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതിൻ്റെ ആമുഖത്തിൽ നമുക്ക് ഭരണഘടന സൃഷ്ടിക്കാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കപ്പെട്ടപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് നെഹ്റു നടത്തുന്ന പ്രസംഗം എങ്ങനെയായിരിക്കണം നമ്മുടെ ഭാവി രാഷ്ട്രം എന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ്. അതിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വ്യക്തി സ്വാതന്ത്ര്യവും തുല്യതയും സമത്വവും മതേതരത്വവും എല്ലാം ചർച്ച ചെയ്യുന്ന ഭാവി രാഷ്ട്രത്തിൻ്റെ കൃത്യമായ സൂചനകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1947 ജവഹർലാൽ നെഹ്റുവിൻ്റെ വിഖ്യാതമായൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇവിടെ പ്രതിപക്ഷമുണ്ട്, നമുക്ക് യോജിക്കാൻ കഴിയുന്നവരും യോജിക്കാൻ കഴിയാത്തതുമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രതിപക്ഷം. പക്ഷേ ആശയങ്ങളുടെ പേരിലും പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലും ഇവർ വളർന്നു വലുതാകുന്നതിൽ എനിക്ക് യാതൊരു ആശങ്കയുമില്ല, അവർ വളരണം. പക്ഷേ എന്നെ ആശങ്കപ്പെടുന്നത് ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മുമ്പിൽ റാൻ മൂളിക്കൊണ്ട് യെസ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഒരു വ്യക്തി പറഞ്ഞതുകൊണ്ട് അതിന് യെസ് മൂളുന്നൊരു സാഹചര്യമാണ് എന്നെ ഏറ്റവും ഭയപ്പെടുന്നത് എന്നാണ് ജവഹർലാൽ നെഹ്റു തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജനാധിപത്യത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. ജനാധിപത്യം ഫ്ലറിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിശക്തമായ പ്രതിപക്ഷം വേണം. പ്രതിപക്ഷം ഉണ്ടായേ പറ്റൂ. പ്രതിപക്ഷമില്ലാത്ത ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ ദിവ്യനായി കണ്ട്, ഒരു നേതാവിനെ ഏറ്റവും ശക്തനായി കണ്ട് അദ്ദേഹം പറയുന്നതിനെല്ലാം ശരിയാണ്, അങ്ങ് പറയുന്നതെല്ലാം ശരിയാണ്, റാൻ മൂളുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് എന്നാണ് ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് പറഞ്ഞ കാര്യം. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യ സംസ്കാരത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യത്തിന് അടിത്തറ പാകുമ്പോൾ നെഹ്റു മുന്നോട്ട് വെച്ച ഏറ്റവും സുപ്രധാനമായ ആശയം പ്രതിപക്ഷം എന്ന ആശയമാണ്, സംവാദം എന്ന ആശയമാണ്. എതിരായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നെങ്കിൽ മാത്രമേ
സംവാദത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആദ്യ തെരഞ്ഞെടുപ്പിൽ, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജനാധിപത്യം ഒരിക്കലും വേര് പിടിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. അന്നത്തെ ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 30 വയസ്സിന് താഴെയാണ്. എത്രയോ വലിയൊരു ദാരിദ്ര്യമെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. 30 വയസ്സാണ് ശരാശരി ആയുർദൈർഘ്യം. ലോകം കണ്ട ഏറ്റവും വലിയ ഒരു കലാപം നടന്നൊരു രാഷ്ട്രം, മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ഒരു സാഹചര്യം, ജാതിയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യൻ വെറുപിടിച്ചു നിന്നൊരു കാലഘട്ടം, ഏറ്റവും ബഹുസ്വരമായ ഒരു സമൂഹം. അപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത്ഭുതമാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ അത്ഭുതമില്ല. തെരഞ്ഞെടുപ്പ് നടന്ന ഒരു ജനാധിപത്യം ഇവിടെ വേര് പിടിക്കുമെന്നതിനെക്കുറിച്ച് ആർക്കും യാതൊരു ധാരണയുമില്ല. എല്ലാവരും ചിന്തിക്കുന്നത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും, നെഹ്റുവിൻ്റെ ഭരണകൂടം അധികാരത്തിൽ വരും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭരണകൂടം അധികാരത്തിൽ വരും, പിന്നെ പതിറ്റാണ്ടുകളോളം നെഹ്റു ഭരിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഒരു പൊതുധാരണ. പക്ഷേ നെഹ്റു ചിന്തിച്ചത് അങ്ങനെയല്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ ഭരണകൂടം നിലവിൽ വന്നപ്പോൾ തന്നെ കൃത്യമായ കാഴ്ചപ്പാടുകൾ തൻ്റെ വാക്കുകളിലൂടെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും. അദ്ദേഹം ഈ രണ്ട് വാക്കുകളെക്കുറിച്ച് പറയുന്നത് ദേ ആർ അബ്സല്യൂട്ട് റൈറ്റ്സ് എന്നാണ്, പരമമായ അവകാശങ്ങളെന്നാണ്. ഒന്നിനു വേണ്ടി, സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയോ സാമൂഹ്യ നീതിക്ക് വേണ്ടിയോ പ്ലാനിങ്ങിന് വേണ്ടിയോ ഒന്നിനു വേണ്ടിയും ഈ രണ്ട് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് സാമ്പത്തിക വളർച്ച വേണം, രാജ്യത്തിന് വളർച്ച വേണം, പക്ഷേ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ജനാധിപത്യത്തെ കുരുതി കൊടുക്കാൻ പറ്റില്ല. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പൗരസ്വാതന്ത്ര്യത്തെ കുരുതി കൊടുക്കാൻ പറ്റില്ല. വ്യക്തിയുടെ അന്തസ്സിനെ നമുക്ക് കുരുതി കൊടുക്കാൻ പറ്റില്ല. ഇതേ ആശയം നമുക്ക് ഡോക്ടർ BR അംബേദ്കറിലും കാണാൻ സാധിക്കും. ഇന്ത്യയുടെ പ്രിയാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ യൂണിറ്റി ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അഖണ്ഡതയെക്കുറിച്ച് പരാമർശിക്കുന്നതിന് മുമ്പ് എഴുതി വച്ചിരിക്കുന്ന വാക്ക് എന്നത് ദ ഡിഗ്നിറ്റി ഓഫ് ദ സിറ്റിസൺ ആണ്, ഡിഗ്നിറ്റി ഓഫ് ദ പീപ്പിൾ ആണ്. ഒരു വ്യക്തിയുടെ അന്തസ്സിനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കാനുള്ള മാർഗമായി ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് ഒരു വ്യക്തിയുടെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കണമെന്നാണ്. സമാനമായ കാഴ്ചപ്പാടാണ് ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ചത്. അദ്ദേഹം പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾ, ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും, ദേ ആർ അബ്സല്യൂട്ട് റൈറ്റ്സ്. അതൊന്നിനു വേണ്ടിയും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അത് സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, സാമൂഹ്യ നീതിക്കും വേണ്ടിയും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഒരു തരത്തിലും ഈ രണ്ട് മൂല്യങ്ങൾക്ക് നമുക്ക് വിട്ടുവീഴ്ചയില്ല. അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷത്തെക്കുറിച്ചും സംവാദത്തെക്കുറിച്ചും പറഞ്ഞു, ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞു, പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു നേതാവായിരുന്ന ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രശസ്തമായ ഒരു പത്രത്തിൽ ചാണക്യ എന്ന പേരിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതി. അതിൻ്റെ ആ ചാണക്യ എന്ന് പറയുന്ന ലേഖനത്തിൻ്റെ ഹെഡിങ് രാഷ്ട്രപതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൽ നെഹ്റുവിനെയാണ് വിമർശിക്കുന്നത്. ചാണക്യ എന്ന അപരനാമത്തിൽ എഴുതിയിരിക്കുന്ന വ്യക്തി അതിതീക്ഷ്ണമായി വിമർശിക്കുന്നത് നെഹ്റുവിനെയാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഒരു ഏകാധിപതിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറയുന്നു, പക്ഷേ അദ്ദേഹം ആത്യന്തികമായി എത്തിച്ചേരാൻ പോകുന്നത് ഏകാധിപത്യത്തിലാണ്. അദ്ദേഹത്തിന് മികച്ച പ്രാസംഗികനാണ്, അദ്ദേഹം ഒരു കരിഷ്മാറ്റിക്കായ നേതാവാണ്. പക്ഷേ ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മേലുള്ള അമിതമായ പ്രതീക്ഷ, എല്ലാം ശരിയാകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ അഭിവാഞ്ച, ഇതെല്ലാം ആത്യന്തികമായി എത്തിച്ചേരാൻ പോകുന്നത് ഒരു ഏകാധിപത്യവാദിയിലേക്കാണ്. എന്നിട്ട് ആ ലേഖനം അവസാനിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്: നമ്മളൊരു സീസർ ഭരണത്തിലേക്ക് എത്താൻ പോകുന്നു, ഒരു സിസേറിയൻ ഭരണത്തിലേക്ക്, ഒരു സീസർ ഭരണത്തിലേക്ക് നമ്മുടെ രാജ്യം എത്താൻ പോകുന്നു. ആ സീസർ മറ്റാരുമല്ല, അത് ജവഹർലാൽ നെഹ്റു തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത്. ഇതിന് ആത്മവിമർശനമാണ്. മറ്റാരും വിമർശിക്കുന്നില്ലെങ്കിൽ എന്നെ ഞാൻ തന്നെ വിമർശിക്കാം. എൻ്റെ തെറ്റുകൾ അല്ലെങ്കിൽ എന്നിൽ ഞാൻ കണ്ടെത്തുന്ന തെറ്റുകൾ അത് ഞാൻ പുറത്തുവിടുകയാണ്. അപ്പോൾ അതുവരെ ആ ചാണക്യ എന്ന് പറഞ്ഞ പേരിൽ എഴുതുന്നത് നെഹ്റു ആണെന്ന് പിൽക്കാലത്താണ് കണ്ടുപിടിച്ചത്. അദ്ദേഹം മറ്റാരോ ആണെന്ന തരത്തിലാണ് ആ വിമർശനം എഴുതപ്പെട്ടത്. അപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ആ മനുഷ്യൻ എത്രമാത്രം രാജ്യത്ത് ജനാധിപത്യത്തെ വേര് പിടിപ്പിക്കാൻ ആഗ്രഹിച്ചു. നാടിൻ്റെ ജനാധിപത്യം ഉറപ്പുവരുത്തണമെങ്കിൽ സംവാദം വേണം എന്ന് ആഗ്രഹിച്ചു, ആത്മവിമർശനം വേണം എന്ന് ആഗ്രഹിച്ചു. ഇപ്പോൾ CD ദേശ്മുഖ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 1950 മുതൽ 56 വരെയുള്ള നെഹ്റു ക്യാബിനറ്റിലെ ധനകാര്യമന്ത്രിയായിരുന്ന ദേശ്മുഖിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്യാബിനറ്റ്, നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ ഭരണാധികാരികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഐ നോ ഇറ്റ് ഓൾ എന്നാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഫീലിംഗ്. എനിക്കറിയാം, ബാക്കി ആർക്കും അറിയണമെന്നില്ല, എനിക്കെല്ലാം അറിയാം.
അതിന് ഈ പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും സ്ഥാനത്തിരിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസം അധികാരം തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കണമെന്നുള്ളതാണ്. നെഹ്റു അതിന് തീർത്തും വിരുദ്ധനായ ഒരാളായിരുന്നു. സുപ്രധാനമായ തീരുമാനങ്ങൾ, പോളിസി ഡിസിഷൻസ് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ മന്ത്രിമാർ തീരുമാനം ജവഹർലാൽ നെഹ്റുവിലേക്ക് കൊടുക്കുമ്പോൾ ദേശ്മുഖ് പറയുന്നത് നെഹ്റു അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അദ്ദേഹം പറയും, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. ക്യാബിനറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് ഓരോ മന്ത്രിമാരും നിക്ഷിപ്തമായിരിക്കുന്നത്. അധികാരം വികേന്ദ്രീകരിക്കപ്പെടേണ്ടതുണ്ട്, നിങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം അത്തരത്തിൽ തന്നിലേക്ക് അധികാരം കേന്ദ്രീകരിക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ അദ്ദേഹം തീവ്രമായി എതിർക്കുമായിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്ന അത്യുജ്വലമായ ഡിബേറ്റുകൾ നമുക്കറിയാം. നമ്മുടെ പാർലമെൻറ്റിൽ നടന്ന ഉജ്ജ്വലമായ സംവാദങ്ങളിൽ പാർലമെൻറ്റിൽ ജവഹർലാൽ നെഹ്റു ഇപ്പുറത്തിരിക്കുമ്പോൾ അപ്പുറത്ത് ശ്യാമപ്രസാദ് മുഖർജിയെ പോലെയുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ നമുക്കറിയാം. അവിടെ അദ്ദേഹത്തെ എതിർത്തുകൊണ്ടുള്ള സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയിയുടെ സംവാദങ്ങൾ, അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ട് അതിനെ ആസ്വദിച്ച് അതിനോട് ഉജ്ജ്വലമായ മറുപടികൾ പറയുമായിരുന്നു. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെ, ആദ്യമായി സ്പീക്കറിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പാർലമെൻറ്റിനുള്ളിൽ വലിയ ഭൂരിപക്ഷമുണ്ട്. മാവലങ്കറാണ് സ്പീക്കർ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ അവിടെ സ്പീക്കറിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിനായിട്ട് AK ഗോപാലൻ, മാവലങ്കറുടെ പേര് കോൺഗ്രസ് മുന്നോട്ട് വെക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ AK ഗോപാലൻ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ ഉയർത്തിവെക്കുകയാണ്, പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയാണ്. അവിടെ നല്ല മത്സരം നടക്കുകയാണ്. മത്സരം എന്ന് ഞാൻ പറഞ്ഞത് എണ്ണത്തിലെ മത്സരമല്ല, ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ മാവലങ്കർ സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. GV മാവലങ്കറെ സ്പീക്കറാക്കി നടക്കുന്ന ആ ലോക്സഭയിൽ ജവഹർലാൽ നടക്കുന്ന പ്രസംഗത്തിൽ അദ്ദേഹം സ്പീക്കറോട് സംസാരിക്കുന്നത്, സ്പീക്കർക്ക് ജനാധിപത്യ ഇന്ത്യയിലെ ആദ്യത്തെ സ്പീക്കറോട് സംവദിച്ചുകൊണ്ട് പറയുന്നത് സ്പീക്കർ നിഷ്പക്ഷനായിരിക്കണമെന്നാണ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ അടിമയാകരുത് സ്പീക്കർ എന്നാണ്. ഏത് വ്യക്തിയാണെങ്കിലും ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ചട്ടങ്ങൾ എഴുതിയുണ്ടാക്കിയത് മാവലങ്കറാണ്. അപ്പോൾ നമ്മുടെ പാർലമെൻ്ററി ചട്ടങ്ങൾക്ക്, പാർലമെൻ്ററി മര്യാദകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞാൽ അവിടെ വെച്ച് തടയണമെന്നാണ് നെഹ്റു പറയുന്നത്. നെഹ്റുവിനെ തന്നെ മാവലങ്കർ തടഞ്ഞ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓർഡിനൻസുകൾ, ഒരു തത്വദീക്ഷയില്ലാത്ത ഓർഡിനൻസുകളുടെ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ നിയമനിർമ്മാണത്തിന് പകരം ഓർഡിനൻസ് അവതരിപ്പിച്ചുകൊണ്ട് നെഹ്റു ഓർഡിനൻസ് അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സ്പീക്കറായിരുന്ന മാവലങ്കർ അദ്ദേഹത്തെ വിമർശിക്കുകയാണ്. ഇത് ഓർഡിനൻസ് എന്ന് പറഞ്ഞ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യയുടെ സ്പീക്കർ ഇന്ത്യയുടെ അന്നത്തെ സർവശക്തനായ പ്രധാനമന്ത്രിയോട് സംസാരിക്കുകയും അദ്ദേഹം അത് അങ്ങേയറ്റം ബഹുമാനത്തോടെ അനുസരിക്കുകയും ചെയ്യുകയാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ ജനാധിപത്യം വേരുപിടിച്ചത്. സംവാദത്തിലൂടെ അടിസ്ഥാനപരമായ ജനാധിപത്യ പൗരസ്വാതന്ത്ര്യ മൂല്യങ്ങളിൽ മുറുകെ പിടിച്ച് പ്രതിപക്ഷ ബഹുമാനത്തിലൂടെ അങ്ങനെ ഉയർത്തിപ്പിടിച്ച ജനാധിപത്യമാണ് ഇന്ന് നേരത്തെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ ഫ്ലോട്ട് ഡെമോക്രസിയിൽ എത്തിയിരിക്കുന്നത്, വികലമായ ജനാധിപത്യത്തിൽ എത്തിയിരിക്കുന്നത്, ഇലക്ട്രൽ ഓട്ടോക്രസിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ജനാധിപത്യത്തെ തിരികെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വോട്ടിംഗ് റൈറ്റ്സ്, വോട്ടെന്നുള്ളതിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വോട്ടിൻ്റെ മൂല്യം ഇവിടുത്തെ ഓരോ പൗരനും മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ വോട്ടും ശരിയായാണോ രേഖപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ അമേരിക്കൻ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ ഒരു അവകാശമാണ് കറുത്ത വർഗ്ഗക്കാർക്ക് വോട്ടവകാശം കിട്ടിയ കാര്യം. 1965 ഈ വോട്ടിംഗ് റൈറ്റ്സ് നിയമത്തിലൂടെയാണ് അമേരിക്കയിൽ 1965 കറുത്ത വർഗ്ഗക്കാർക്ക് വോട്ട് ചെയ്യാനുള്ളൊരു അവകാശം കിട്ടിയത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പുസ്തകം, ഒരു ബാലസാഹിത്യ പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട്. ലിലിയൻ ഗോട്ട് റൈറ്റ് ടു വോട്ട് എന്ന് പറഞ്ഞാൽ, ലിലിയൻ എന്ന് പറയുന്നത് 100 വയസ്സുള്ള കറുത്ത വർഗ്ഗക്കാരിയായ വൃദ്ധയാണ്. അവർ ആദ്യമായി വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടുത്തെ ഈ പോളിംഗ് ബൂത്തിന് മുമ്പിൽ ആ മലയുടെ താഴ്വരയിൽ നിൽക്കുന്ന ക്യൂവിൽ നിന്നുകൊണ്ട് ലിലിയൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ കയ്യിൽ മഷി പുടരുമ്പോൾ അവരുടെ കണ്ണിൽ കണ്ണുനീര് നിറയുകയാണ്. അവർ പറയുകയാണ്, നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ നടന്നൊരു യുദ്ധത്തിൽ അവരുടെ പൂർവ്വസൂരികൾ നടത്തിയ ഒരു പോരാട്ടത്തെക്കുറിച്ച്, കറുത്തവൻ വോട്ട് ചെയ്യാൻ വേണ്ടി കിട്ടിയ ഒരു അവകാശത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച്. അപ്പോൾ കയ്യിൽ പുരണ്ട ആ ഒരു മഷി അതൊരു അവകാശത്തിൻ്റെ മഷിയാണ്. അപ്പോൾ നമുക്കിന്നത്തെ സമയത്ത് വോട്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഞാൻ പോകുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലുള്ളത്. ഇതിനൊക്കെ എന്ത് കാര്യം, ആർക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ. അപ്പോൾ അമേരിക്കൻ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തമായിരുന്നു 1965 വോട്ട് കിട്ടിയത്. നമുക്ക് അത്രയും വാല്യൂ ഇല്ലാത്തതിൻ്റെ കാരണം നമുക്ക് ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഇവിടെ സാർവത്രിക വോട്ടവകാശമാണ്, നെഹ്റു മുന്നോട്ട് വെച്ച ആശയമാണ്.
ഇവിടെ വിദ്യാഭ്യാസമുള്ളവർക്കും ഉന്നത ശീർഷകർക്കും മാത്രം വോട്ട് ചെയ്താൽ മതി എന്നൊരു കാഴ്ചപ്പാട് നിലവിലുന്ന രാഷ്ട്രത്തിൽ നെഹ്റുവും ഗാന്ധിയും പട്ടേലും ആസാദും ഒക്കെ പറഞ്ഞത് സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ചാണ്. സാക്ഷരനും നിരക്ഷരനും ഒരുപോലെ വോട്ട് ചെയ്യാവുന്ന അവകാശത്തെക്കുറിച്ചാണ്. ആ വോട്ടിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ത്യൻ ജനത. ആ മൂല്യം തിരിച്ചറിയപ്പെടുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന ഇലക്ട്രൽ ഓട്ടോക്രസിക്കെതിരായിട്ട് തീവ്രമായ ജനവികാരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ അതൊരു സംശയവും വേണ്ട. അവിടെ നമുക്ക് കരുത്ത് പകരുന്നത് നെഹ്റുവിനെ കുറിച്ചുള്ള പഠനങ്ങളും അദ്ദേഹം നമ്മുടെ മുന്നിൽ വിത്തെറിഞ്ഞ ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ആ മൂല്യങ്ങളുമാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് കരുത്താകട്ടെ എന്ന് മാത്രം പറയുന്നു. ഞാൻ സംവാദത്തിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പ്രതിപക്ഷത്തിൻ്റെ സംവാദത്തിൻ്റെ വിയോജിപ്പിൻ്റെ സംസ്കാരമാണ് ജനാധിപത്യത്തിൻ്റെ സംസ്കാരം. അതാണ് നെഹ്റു നമുക്ക് നൽകിയത്. നമസ്കാരം. വളരെ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ നെഹ്റുവിൻ്റെ ജനാധിപത്യ സങ്കല്പവുമായി ബന്ധപ്പെട്ട് വളരെ ആധികാരികമായി അതേസമയം സമഗ്രമായി തന്നെ ശ്രീ ലിജു സംസാരിച്ചു കഴിഞ്ഞു. അതിനെ അടിവരയിട്ടുകൊണ്ട് ശ്രീ രമേശ് കാവലിനോട് സംസാരിക്കും മോഡറേറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു ഇടപെടലും ചർച്ചയിലും കൂടി നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സെഷൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം തൊട്ടടുത്ത സെഷൻ ശ്രീ വി ആർ സുധീഷും അതുപോലെ തന്നെ വി ടി മുരളിയും ഉൾപ്പെടുന്ന അടുത്ത സെഷൻ കൂടി ഇവിടെ നടക്കേണ്ടതുള്ളതുകൊണ്ട് എന്നെ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനകത്ത് ഇടപെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി മോഡറേറ്റർ കൂടിയായ ശ്രീ രമേശ് കാവലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെക്കുറിച്ച് വളരെ ചെറിയ സമയം കൊണ്ട് പ്രിയപ്പെട്ട ലിജു കുറച്ച് ആശയങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായോ അല്പം വ്യത്യസ്തമായോ ചില ആശയങ്ങൾ കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ജനാധിപത്യം എന്നതിനെക്കുറിച്ച് നമ്മൾ പലതവണ കേട്ടതാണ്. 1964 നെഹ്റു ഭൗതികമായി ഇല്ലാതാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്ന സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ച 2 വാക്യങ്ങളിൽ നിന്ന് നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെക്കുറിച്ച് നമുക്കൊരു ഏതാണ്ടൊരു ധാരണ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തേത് ഒരു കവിതയായിരുന്നു. സ്വന്തം കൈപ്പടയിലാണ് നെഹ്റു അത് എഴുതി വെച്ചത്. അത് എഴുതി വെക്കാൻ കാരണമുണ്ടായിരുന്നു. എനിക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന വിഖ്യാതനായ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിതയാണ് അത്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. അത് എഴുതി വെച്ചതിൻ്റെ പിറ്റേ ദിവസം അല്പം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. എനിക്ക് ഒരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കാനുണ്ട് എന്ന് തുറന്ന് കുറ്റസമ്മതം നടത്തുക അല്ലെങ്കിൽ സ്വയം വിമർശനം നടത്തിയ ഒരാളാണ് മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പേയും ജവഹർലാൽ നെഹ്റു എന്ന് പറയുമ്പോൾ ഒരു ഭരണാധികാരിയുടെ ജനാധിപത്യ മര്യാദ എന്താണ് എന്ന് അത് സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതി വെച്ച മറ്റൊരു വാക്യം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ നമ്മളെല്ലാവരും നിരന്തരമായി പ്രയോഗിക്കുകയും കേൾക്കുകയും ചെയ്ത ഒരു വാക്യമായിരുന്നു ആ മേശപ്പുറത്തുണ്ടായിരുന്നത്. അത് നെഹ്റുവിനോട് ചില കാര്യങ്ങളിൽ വിയോജിച്ചുകൊണ്ട്, ചില സാമ്പത്തിക ചിന്താ പദ്ധതികളോട് വിയോജിച്ചുകൊണ്ട് മഹാത്മജി എഴുതിയതാണ് എന്നതാണ് വാസ്തവം. അതിങ്ങനെയായിരുന്നു: നാം ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ അതേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യൻ്റെ മുഖം ഓർമ്മയിൽ കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പദ്ധതി അയാൾക്ക് വല്ല ഉപകാരവും ഉണ്ടാവുന്നതാണോ എന്ന് ഉറപ്പുവരുത്തണം. ആണെങ്കിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നിഷ്കരുണം ഉപേക്ഷിച്ച് കളയണം. ഈ 2 വാക്യങ്ങളാണ് ആ മേശപ്പുറത്ത് മരിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നത് എന്നതിൽ നിന്ന് നെഹ്റു എത്രമാത്രം ജനാധിപത്യവാദിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കണക്കുകളും നെഹ്റുവിൻ്റെ ചില
പരാമർശങ്ങളും കൂടി ഇവിടെ പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അതിങ്ങനെയാണ്. 1952 തെരഞ്ഞെടുപ്പിൽ ജവഹർലാൽ നെഹ്റു അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് 44.99% വോട്ട് മാത്രമാണ് ലഭിച്ചിരുന്നത്. 44.99% വോട്ട്. സാങ്കേതികമായി പറഞ്ഞാൽ നെഹ്റുവിനെ പോലെയുള്ള ഒരാൾ ചിന്തിച്ചത്, ഞാൻ പ്രധാനമന്ത്രി ആകണ്ട എന്ന് തീരുമാനിച്ച 50%-ലധികം ജനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന ചിന്തയായിരുന്നു നെഹ്റുവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നെഹ്റു തൻ്റെ ജനാധിപത്യപരമായ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളെ ഏറ്റവും മനോഹരമായ രീതിയിൽ ആഴത്തിൽ കൊണ്ടുവരാനായിരുന്നു തൻ്റെ 5 വർഷത്തെ ഭരണകാലത്ത് ശ്രമിച്ചിരുന്നത്. 1957 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വരുന്നു. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നെഹ്റുവിനോട് ഇന്ത്യയിലുള്ള പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ രംഗത്തുൾപ്പെടെയുള്ള ആളുകൾ, പ്രതിപക്ഷത്തെ ആളുകൾ വരെ പറഞ്ഞു, അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് നടത്തുന്നത്? നിങ്ങൾ തന്നെ തുടർന്നും അധികാരത്തിൽ വരും, വെറുതെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടോ എന്ന ചോദ്യം നെഹ്റുവിൻ്റെ മുന്നിൽ വരികയുണ്ടായി. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, അതിന് കാരണമുണ്ട്. അവർ പറയുന്നത്, ഇന്ത്യയെ പോലെ അത്രയൊന്നും സമ്പന്നമല്ലാത്ത ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ എന്തുമാത്രം സാമ്പത്തിക ചെലവുകൾ ഉണ്ടാക്കും, അത് താങ്ങാൻ നമുക്കാവുമോ എന്ന ഒരു ലളിതമായ യുക്തി മുന്നോട്ട് വെച്ചായിരുന്നു പലരും നെഹ്റുവിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കാൻ ശ്രമിച്ചത്. ഇപ്പം നെഹ്റു പറഞ്ഞത്, ഖജനാവ് എത്ര ദരിദ്രമായാലും ഞാൻ 5 വർഷം നടത്തിയിരിക്കുന്ന, എൻ്റെ ഗവൺമെൻറ്, എൻ്റെ പാർട്ടി 5 വർഷം നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും ഒരു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. അല്ല, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒന്നുണ്ടല്ലോ. അതായത്, നമ്മുടെ മാനിഫെസ്റ്റോകൾ എവിടെയെങ്കിലും ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഒരു പാർട്ടിയും മുന്നോട്ട് വെക്കുന്ന മാനിഫെസ്റ്റോകളിൽ ഇലക്ഷൻ കമ്മീഷനോ ജനങ്ങളോ പിന്നീട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നേയില്ല. എന്നാൽ നെഹ്റു ഇവിടെ മുന്നോട്ട് വെച്ച വാക്യം എന്താണ്? ഏറ്റവും സമ്പുഷ്ടമായൊരു ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന ഒരാൾ പറയുന്നു, ഇത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് 1957 തെരഞ്ഞെടുപ്പിൽ നെഹ്റു 47.78% വോട്ട് നേടിയിട്ടാണ് അധികാരം ഉറപ്പിച്ചത്. 47.78% വോട്ട് നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരെല്ലാവരും ചേർന്ന് 50%-ഓളം അധികം ആളുകളുടെ പിന്തുണ രണ്ടാമത്തെ കാലത്ത് നെഹ്റുവിന് കിട്ടിയിരുന്നു എന്ന് വേണം പറയാം. സ്വന്തം പാർട്ടിയിൽ 50% ഇല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികളെല്ലാം ഉൾപ്പെടെ 50%-ഓളം വോട്ടുകൾ കിട്ടിയിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് വർഗീയതയോട് വിയോജിക്കുന്നത് കൂടി ആവണം എന്നത് നമുക്ക് പുതിയ കാലത്തൊരു പാഠമാണ്. എന്തുകൊണ്ട് അങ്ങനെ എന്നതിനും ഗാന്ധിക്ക് ഉത്തരമുണ്ട്, നെഹ്റുവിന് ഉത്തരമുണ്ട്. അഴിമതിയോട് വിയോജിക്കുന്നത് കൂടിയായിരിക്കണം. 272 ആളുകൾ പറഞ്ഞാൽ ഒരു തെറ്റ് ശരിയാവുന്ന നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. 272 ആളുകൾ പറഞ്ഞാൽ ഏത് തെറ്റും ശരിയാക്കി തീർക്കാവുന്ന ഒന്നാണ്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു മര്യാദ ആണ് എന്ന് നെഹ്റു വിശ്വസിച്ചിരുന്നില്ല. ഇതിന് മറ്റൊരു കണക്കുകൂടി പറയാനുള്ളത്, 1957 ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, ജനാധിപത്യം എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ ആരെയാണോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് അവരാണ് മുൻപന്തിയിലെത്തുന്നത് എന്നതാണ് നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഒരു സാധാരണ രീതിയായി കാണുന്നത്. അത് ജനാധിപത്യം ഒരു ഭരണക്രമം മാത്രമാകുമ്പോഴാണ്. ജനാധിപത്യം നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യയശാസ്ത്രമായിരുന്നു എന്നതാണ് പ്രധാനം. ഇപ്പോൾ 1957 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ അതിനുശേഷം കേരളത്തിൽ ഒരു പാർട്ടിയും ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നിട്ടില്ല. ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത 20,59,000 ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മൊത്തം വോട്ട് ചെയ്തു. 20,59,000 ആളുകൾ. പക്ഷെ അപ്പോൾ 22 ലക്ഷം വോട്ട് നേടിയ മറ്റൊരു പാർട്ടി പ്രതിപക്ഷത്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അതെടുത്തൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. 20 ലക്ഷം ആളുകൾ വോട്ട് ചെയ്ത ഒരു പാർട്ടി കേരളം ഭരിക്കുമ്പോൾ 22 ലക്ഷത്തോളം ആളുകൾ വോട്ട് ചെയ്ത ഒരു പാർട്ടി പ്രതിപക്ഷത്താണ്. ആ തെരഞ്ഞെടുപ്പിൽ നെഹ്റുവിൻ്റെ ജനാധിപത്യത്തിൽ ഉണ്ടായ ചില വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു കാര്യമുണ്ടാവുകയും കേരളത്തിലെ ഗവൺമെൻറ് പിരിച്ചുവിടപ്പെടുകയും ചെയ്തു. തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക് കൂടി വരുമ്പോഴാണ് നമുക്ക് ഈ ജനാധിപത്യത്തിൻ്റെ ചില രസകരമായ കാഴ്ചകൾ കാണാൻ കഴിയുക.
അതിൽ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 20 ലക്ഷത്തിൽ നിന്ന് 31 ലക്ഷമായി അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചു. 11 ലക്ഷം വോട്ട്. പക്ഷെ അവർക്ക് പ്രതിപക്ഷത്തിരിക്കാനായിരുന്നു യോഗം. 27 ലക്ഷം വോട്ട് മാത്രം നേടിയ ഒരു മുന്നണിയായിരുന്നു അന്ന് കേരളം ഭരിച്ചിരുന്നത് എന്ന് കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് എത്ര വോട്ട് ലഭിച്ചിട്ടുണ്ട്? ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 64,20,00,000 ആളുകൾ വോട്ട് ചെയ്തതിൽ ഏതാണ്ട് 23,54,00,000 വോട്ട് മാത്രമാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക്. ആകെ 64,20,00,000 ജനങ്ങളിൽ 23,54,00,000 വോട്ട് കിട്ടുന്ന ആളുകളാണ് ഇനിയൊരു തെരഞ്ഞെടുപ്പ്, ഒറ്റ തെരഞ്ഞെടുപ്പ് മതി എന്ന ഉത്തരവിൽ വെക്കുന്നത്. പല തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് നെഹ്റു പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. പല തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്നതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അതായത് ഇന്ന് വോട്ട് ചെയ്ത ആൾക്ക് നാളെ മാറ്റി വോട്ട് ചെയ്യുവാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയാണ്. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒറ്റ തെരഞ്ഞെടുപ്പിലെല്ലാം സാമ്പത്തികം മാത്രമല്ലല്ലോ. ഇപ്പോൾ തൻ്റെ മുന്നിലുള്ള ജനാധിപത്യപരമായ ആശയങ്ങളെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈ ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ നെഹ്റുവിനെ കാണുന്നത്. 1937 പുറത്തിറങ്ങിയ, കൽക്കത്തയിൽ നിന്നും പുറത്തിറങ്ങിയ മോഡേൺ റിവ്യൂ മാഗസിനിൽ ജവഹർലാൽ എന്ന പ്രജാപതി എന്ന ഒരു ലേഖനമുണ്ടായിരുന്നു. ജവഹർലാൽ എന്ന പ്രജാപതി എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു അധികാര കൊതിമൂത്ത ഒരാളാണ്. ജവഹർലാൽ നെഹ്റു സ്വേച്ഛാധിപതിയാണ്. ജവഹർലാൽ നെഹ്റു ഒരു കസേരയിൽ തന്നെ അമർന്നിരിക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് തുടങ്ങിയ വലിയ ആരോപണങ്ങളോടുകൂടിയായിരുന്നു ആ ലേഖനം പുറത്തു വന്നത്. ആ ലേഖനം പുറത്തു വന്നതിന് ശേഷം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും മോഡേൺ റിവ്യൂ മാഗസിനിലേക്ക് ഇങ്ങനെ ഒരു ലേഖനം എഴുതിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ധാരാളം വിളികൾ എത്തുകയുണ്ടായി. അപ്പോഴാണ് അതിൻ്റെ പത്രാധിപർക്ക് ആ സത്യം പുറത്തു പറയേണ്ടി വന്നത്. ഈ ലേഖനം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ് എന്ന്. അതായത് മറ്റൊരു പേരിലാണ് ജവഹർലാൽ നെഹ്റു ആ ലേഖനം എഴുതിയത്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ജവഹർലാൽ നെഹ്റു സ്വേച്ഛാധിപതിയാണ്, ജവഹർലാൽ നെഹ്റു അധികാര കൊതിയനാണ് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനത്തെ വാക്യം ആ ലേഖനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെയൊക്കെ ആയ ജവഹർലാൽ നെഹ്റുവിന് ഒരിക്കലും ഒരു ഫാസിസ്റ്റ് ആവാൻ കഴിയുകയില്ല. അതായിരുന്നു ആ ലേഖനത്തിൻ്റെ അവസാനത്തെ വാക്യം. അത് മാത്രമല്ല, ജീവിതത്തിൽ ഒരാൾ എങ്ങനെ ജനാധിപത്യവാദിയാവുന്നു എന്നതുപോലെ പ്രധാനമാണ് മരണത്തിൽ ഒരാൾ എങ്ങനെയാണ് ജനാധിപത്യവാദിയാവുന്നത് എന്നത്. അതുകൊണ്ട് തന്നെ നെഹ്റുവിൻ്റെ ഒസ്യത്തും ഒരു 2 വാക്കിൽ പരാമർശിക്കണം എന്നെനിക്ക് തോന്നുന്നു. നെഹ്റു തൻ്റെ ഒസ്യത്ത് ഇങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതായത്, ഞാൻ എവിടെ നിന്നാണോ മരിക്കുന്നത് അവിടെ വെച്ച് എന്നെ ദഹിപ്പിക്കണം. എൻ്റെ ചിതാഭസ്മം ആകാശത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പാടങ്ങളിലേക്ക് വിതറണം. കർഷകർ പണിയെടുക്കുന്ന പാടങ്ങളിലേക്ക് വിതറിയാൽ അത് അവരുടെ വിയർപ്പിലലിഞ്ഞ് ചെടികളിലൂടെ, വിളകളിലൂടെ കോടാനുകൂടി ഇന്ത്യക്കാരുടെ അന്നമായി എനിക്ക് മാറാൻ കഴിയണം എന്ന് ഒരു ഭരണാധികാരി മരണത്തിലും തൻ്റെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചിന്തയെ സൂചിപ്പിച്ചു വെക്കുന്നു. ഇനി ഒരു ചെറിയ നെഹ്റുവിൻ്റെ ജീവിതത്തിലുള്ള ഒരു ചെറിയ ഒരു കാര്യം കൂടി, ഒരു ഏട് കൂടി. എന്താണ് സ്വയം വിമർശനം എന്നത്? ജനാധിപത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമത്തത് പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആളെണ്ണിയല്ല, ഒരു തലയെണ്ണിയല്ല ഒന്നിൻ്റെ ന്യായം തീരുമാനിക്കേണ്ടത് എന്നത് ജനാധിപത്യത്തിൽ പ്രധാനമാണ് എന്നൊക്കെ പല ഘട്ടങ്ങളിൽ സൂചിപ്പിച്ച നെഹ്റുവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു സംഭവം. അദ്ദേഹത്തിന് കുട്ടികളോട് വലിയ ഇഷ്ടമാണ് എന്ന് നമുക്കറിയാം. 1956 ഒരു പകൽ നേരത്ത് അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് വരികയാണ്. പുറകിൽ നിന്ന് വരുന്ന മകൾ ഇന്ദിരാ പ്രിയദർശിനിയെയും കാത്ത് ആ മുറ്റത്ത് നിൽക്കുമ്പോൾ നെഹ്റുവിൻ്റെ വീടിൻ്റെ മതിലിനടുത്ത് നിന്ന് ഒരു ചെറിയ ബഹളം കേട്ട് അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരൊക്കെ നോക്കുമ്പോൾ ഒരു കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു നെഹ്റുവിൻ്റെ മുന്നിലേക്ക്. കുട്ടി ആ മതിൽ ചാടിക്കടന്നതാണ്. പ്രധാനമന്ത്രിയുടെ വീട്ടുമതിൽ ചാടിക്കടന്നിരിക്കുന്നു ഒരു കുട്ടി.
എന്തിനാണ് അവൻ ചാടിക്കടന്നത് എന്ന് ചോദിച്ചാൽ ആ മുറ്റത്ത് വിളഞ്ഞു പഴുത്തു നിൽക്കുന്ന പലവർഗ്ഗങ്ങളിൽ ഒന്ന് കൈക്കലാക്കാൻ വേണ്ടിയാണ്. അതായത് വിശപ്പാണ് അവനെ ആ നുഴഞ്ഞു കയറ്റത്തിന് പ്രേരിപ്പിച്ചത്, ആ അതിക്രമം എന്ന സാഹസത്തിന് പ്രേരിപ്പിച്ചത്. അവനെ അടുത്ത് കൊണ്ടുവന്നിട്ട് നെഹ്റുവിനോട് അംഗരക്ഷകർ പറഞ്ഞു, ഈ കുട്ടി ഇങ്ങനെ ചെയ്തു കളഞ്ഞു എന്ന്. അദ്ദേഹം ചിരിച്ചു. അത് വാൽമീകി സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. തോട്ടിക്കാരുടെ സമുദായമാണ് വാൽമീകി. ആ കുട്ടിയുടെ ശരീരത്തിൽ അഴുക്ക് പുരണ്ടിരുന്നു. അവന് നല്ല കുപ്പായമില്ലായിരുന്നു, ക്ഷീണിച്ച് മെലിഞ്ഞ ശരീരമാണ്, കുഴിഞ്ഞ കണ്ണുകളാണ്. അത്രയും ദരിദ്രനായ ആ കുട്ടിയെ ജവഹർലാൽ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അംഗരക്ഷകരോട് ഇങ്ങനെ പറഞ്ഞു, ഇവനെ കുളിപ്പിക്കണം, ഇവന് നല്ല ഭക്ഷണം കൊടുക്കണം, ഞാൻ പാർലമെൻറ്റിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ ഇവനിവിടെ നിർത്തണം. എന്നിട്ട് അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു, പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നതിനുള്ള ശിക്ഷ അത് ഞാൻ വന്നതിന് ശേഷം എന്ന് പറഞ്ഞ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോകുന്നു. പാർലമെൻറ്റിൽ എന്നും വെളുത്ത കുപ്പായത്തിൽ അല്പം പോലും അഴുക്ക് പുരളാതെ പോയ ആ മനുഷ്യനെ അന്ന് അഴുക്ക് പുരണ്ട കുപ്പായവുമായി കണ്ട സഹപ്രവർത്തകരിൽ ചിലർ ഉദ്വേഗത്തോടെ ഓടി വന്ന് ചോദിച്ചു, പണ്ഡിറ്റ് ജി എന്താണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്നാണ് ആദ്യമായി സ്വതന്ത്ര ഭാരതത്തെ എൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചത്. ഞാൻ ഇന്നാണ് സ്വതന്ത്ര ഭാരതത്തെ എൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചത് എന്ന്. അതിൻ്റെ അഴുക്കാണ് ഈ കണ്ടത് എന്ന് നെഹ്റു പറയുമ്പോഴാണ് നമുക്ക് അദ്ദേഹം അപ്പോഴേക്കും 10 വർഷം ആ കസേരയിലിരുന്ന ഒരാളാണ് ഇത്രയും കാവ്യാത്മകമായി ഇത്രയും ഹൃദയത്തിൽ തൊടുന്ന വിധത്തിൽ വിമർശിച്ചത്, തന്നെ വിമർശിച്ചത് എന്ന് ബോധ്യമാവുമ്പോൾ ജനാധിപത്യത്തിൻ്റെ പുതിയ കാലം എത്തരത്തിലുള്ളതാവണം എന്ന് നമുക്ക് നെഹ്റു ചില പാഠങ്ങൾ വെച്ചു പോകുന്നുണ്ട്. അത് ഏറ്റെടുക്കാനുള്ള ബാധ്യത ആർക്കൊക്കെയാണോ ഉള്ളത് എന്നാണ് നമ്മൾ പുതിയ കാലത്ത് ആലോചിക്കേണ്ടത്. നെഹ്റുവിനെ ആരാണ് ചേർത്ത് പിടിക്കേണ്ടത്, അല്ലെങ്കിൽ നെഹ്റുവിനെ ആരാണ് ഈ സമൂഹത്തിലേക്ക് കൂടുതലായി വിനിമയം ചെയ്യേണ്ടത് എന്ന് ആലോചിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏതായാലും കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നെഹ്റുവിനെ കുറിച്ച് കുറച്ചു നേരം സംവദിക്കാൻ കിട്ടിയ ഈ അവസരത്തിന് നന്ദി പറയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിവാദ്യങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യതയോടുകൂടി ലിജു സംസാരിക്കുകയും തുടർന്ന് രമേശ് കാവിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ സവിശേഷമായ രാഷ്ട്രീയ വ്യവസ്ഥ എന്നുള്ള രീതിയിൽ അത് നവീകരിക്കേണ്ടതിൻ്റെ, അത് പുതുക്കേണ്ടതിൻ്റെ ഒക്കെ ആലോചനകൾ ഈ ചർച്ചയിൽ നടക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് നെഹ്റു പറഞ്ഞതുപോലെ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ 36 ലക്ഷം ആളുകളുടെ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രശ്നങ്ങളെ അന്നത്തെ 36 ലക്ഷം ജനങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് കാണണമെന്ന് പറയുന്ന നെഹ്റുവിൻ്റെ ജനാധിപത്യ വീക്ഷണം, അതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു സംവാദത്തിനുള്ള ചെറിയൊരു ഇൻട്രാക്ഷനുള്ള സമയം കൂടി അനുവദിക്കുകയാണ്. ലിജുവുമായി സംശയങ്ങൾ ചോദിക്കേണ്ട ആളുകൾക്ക് ചുരുങ്ങിയ വാക്കുകളിൽ അതിൽ പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മൈക്ക് അനുവദിക്കുകയാണ്. മറ്റ് പ്രത്യേകിച്ച് ഇടപെടലൊന്നും ആവശ്യമില്ല എങ്കിൽ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. തൊട്ടടുത്ത സെഷന് വേണ്ടി വേദി ഒഴിഞ്ഞെടുക്കാണ്. നന്ദി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഈ സായാഹ്നത്തിൽ നെഹ്റുവിൻ്റെ വീക്ഷണങ്ങളെക്കുറിച്ച് നമ്മളോട് പങ്കുവച്ച പ്രിയപ്പെട്ട എം ലിജുവിനും അതേപോലെ തന്നെ പ്രിയപ്പെട്ട രമേശ് കാവിലിനും നന്ദി രേഖപ്പെടുത്തുകയാണ്.
ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.